എല്ലാ ദൈവമക്കളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലി ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന, നിങ്ങളെ കംഫർട്ടബിളാക്കുന്ന, നിങ്ങളെ ദൈവത്തിൻ്റെ ഭടന്മാരാക്കുന്ന, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഉള്ള വ്യക്തിയാക്കി തീർക്കുന്ന, ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധ ആത്മാവിനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് കംഫർട്ടർ എന്നാണ്. കംഫർട്ടർ. നമ്മളെ കംഫർട്ടബിളായിട്ട് ആരാധിക്കാൻ, കംഫർട്ടബിളായിട്ട് ദൈവവചനം കേൾക്കാൻ, കംഫർട്ടബിളായിട്ട് ധ്യാനിക്കാൻ, കംഫർട്ടബിളായിട്ട് ദൈവവചനത്തിൽ നിന്നുള്ള ഫലങ്ങളെ സ്വീകരിക്കാൻ, വിടുതലിനെ സ്വീകരിക്കാൻ നമ്മെ സഹായിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തോടുകൂടെ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ അനുവദിക്കപ്പെട്ട ഒരു ഹോളി സ്പിരിറ്റ് അറ്റ്മോസ്ഫിയറിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ കോസ്മോസ് തന്നെ ആ ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും അതുപോലെ വിശ്വസിക്കുന്നു എന്നറിയുന്നതിൽ സ്തോത്രം. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഞാനിരിക്കുന്ന അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസമുണ്ട് എന്നൊന്ന് പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഞാനിരിക്കുന്ന അന്തരീക്ഷത്തിൽ ദൈവവായുവിലാണ് ഇരിക്കുന്നത്. ജീവവായുവല്ല, ദൈവവായുവിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ശ്വസിക്കുന്ന ഓരോ ശ്വാസം, ഞാൻ എടുക്കുന്ന ഓരോ ബ്രീത്തും, ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കുകളും, ഞാൻ വിശ്വസിക്കുന്ന ഓരോ ചിന്തകളും, എൻ്റെ അകത്തുനിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അനുവദിക്കപ്പെട്ടതും ദൈവികവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ വീടിനകത്ത് ആരൊക്കെ കൊണ്ടോ അവരുടെ മേലെല്ലാം ആ ദൈവ സാന്നിധ്യം വ്യാപരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കോസ്മോസിനകത്ത് അവരായിരിക്കും, ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അവരായിരിക്കുമെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? നിങ്ങളുടെ ഭവനങ്ങളിലുള്ള ഓരോരുത്തരും ആ പരിശുദ്ധാത്മാവിൻ്റെ അറ്റ്മോസ്ഫിയറിനകത്താകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനൊരു വ്യക്തിത്വമുണ്ട്. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് അനേകം അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്ന് പറയാം, ഞാൻ എടുക്കുന്ന മെസ്സേജുകൾ മുഴുവൻ ഹോളി സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ടതും, ദൈവാത്മാവുമായിട്ട് ബന്ധപ്പെട്ടതും, സ്പിരിച്വൽ ഗ്രോത്തുമായി ബന്ധപ്പെട്ടതും, ദൈവിക ഇഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടതും, സ്പിരിറ്റുമായി തന്നെ കണക്റ്റായ മെസ്സേജുകളാണ് എപ്പോഴും എന്നെ കൂടുതൽ ദൈവാത്മാവ് എടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കറിയാം. എപ്പോഴും ആ ഒരു ഉയർന്ന ഒരു തലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ദൈവം എന്നെ കൂടുതലും ശുശ്രൂഷിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. ആ മെസ്സേജുകളിലൂടെ രക്ഷ, നിത്യത, സ്വർഗം ഇവയെക്കുറിച്ച് പരാമർശിക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ കേവലം ഒരു നിത്യത, ഒരു രക്ഷ എന്നതിനെ മാത്രം അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാതെ കുറെ കൂടെ ഒരു ഹയർ റാങ്കിങ്ങിൽ, ഒരു ഹയർ റേഞ്ചിൽ ദൈവവചന വെളിപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് നിത്യതയ്ക്ക് തടസ്സം, എന്താണ് രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കഴിയാത്തത്, എന്തുകൊണ്ടാണ് നാം സ്വർഗത്തിൽ പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു അറ്റാക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ഡെലിവറൻസ് എടുക്കുക എന്നതാണ് കൂടുതലും ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് എന്നും, ഒരു ദൈവത്തിൻ്റെ ഉയർന്ന തലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും, ദൈവത്തിൻ്റെ ഉന്നതമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടും കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടും, അതിനകത്ത് മാനുഷികമായി ഒന്നും തന്നെ നമുക്ക് ആർക്കും, ഞാൻ അടക്കമുള്ളവർക്ക് ചെയ്യാനില്ല. ദൈവികമാകുന്നത് മാത്രവും പരിശുദ്ധാത്മാവ് അധ്യക്ഷനായിരിക്കുന്നതുമാകുന്ന ഒരു പ്ലാറ്റ്ഫോം ആകുന്നത് കൊണ്ടും തന്നെ അധികമായി ഞാൻ ഈ പ്ലാറ്റ്ഫോമിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഈ കൂട്ടായ്മയിലേക്ക് ദൈവത്താൽ ആകർഷിക്കപ്പെട്ട് ദൈവം കൂട്ടിക്കൊണ്ടുവന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുകയും ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ആ പരിശുദ്ധാത്മാവിനൊരു വ്യക്തിത്വമുണ്ട്. നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന പരിശുദ്ധാത്മാവിനൊരു വ്യക്തിത്വമുണ്ട്. നിങ്ങളെ ഈ കാര്യങ്ങൾ ടീച്ച് ചെയ്യുന്ന പരിശുദ്ധാത്മാവിനൊരു വ്യക്തിത്വമുണ്ട്, ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിനെ കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ പഠിക്കുമ്പോൾ
എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച കർത്താവായ യേശുക്രിസ്തു നമ്മോടെല്ലാവരോടുമായി പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത ഒന്നാമതായി ഒബീഡിയൻസ് ആണ്, അനുസരണമാണ്. അനുസരണം ആരോടാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ദൈവത്തോടും ദൈവവചനത്തോടും, 2 ദൈവമാക്കി വെച്ചിരിക്കുന്ന വ്യക്തികളോട്, 3 ദൈവം നമ്മെ ചുറ്റിപ്പറ്റി ആക്കി വെച്ചിരിക്കുന്ന വ്യക്തികളോട്. അങ്ങനെ തുടരുന്നു അനുസരണത്തിൻ്റെ ഒരു വലിയ ശൃംഖല. ഒരു മനുഷ്യൻ ഒരു വ്യക്തിയെ മാത്രം അനുസരിക്കാനുള്ളവനല്ല, ഒരു മനുഷ്യൻ ദൈവത്തെ മാത്രം അനുസരിക്കാനുള്ളവനല്ല, ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിലുള്ളവരെ മാത്രം അനുസരിക്കാനുള്ളവനല്ല, ഒരു മനുഷ്യൻ ദൈവത്തെയോ അവൻ്റെ വീട്ടിലുള്ളവരെയോ അവൻ്റെ പാരൻസിനെ മാത്രമോ ബഹുമാനിക്കാനുള്ളവനല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ബഹുമാനാർഹനാകണമെങ്കിൽ അവൻ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവനാകണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ സ്വാഗതാർഹനാകണമെങ്കിൽ അവൻ മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുന്നവനാകണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ അംഗീകരിക്കപ്പെടുന്നവനാകണമെങ്കിൽ അവൻ അംഗീകരിക്കേണ്ടതെല്ലാം അവൻ അംഗീകരിക്കുന്നവനാകണം. ആ നിലയിൽ ഒരു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്നൊരു മാനമുണ്ട്, ദൈവം കൊടുക്കുന്ന ഫലങ്ങളുണ്ട്, ദൈവം കൊടുക്കുന്ന വരങ്ങളുണ്ട്, ദൈവം കൊടുക്കുന്ന അഭിഷേകമുണ്ട്, ദൈവം കൊടുക്കുന്നൊരു ചൈതന്യമുണ്ട്, ദൈവം കൊടുക്കുന്ന ഒരു മാർഗനിർദ്ദേശമുണ്ട്. ആ മനുഷ്യനോട് സംസാരിക്കുന്നത് ഒരു മനുഷ്യനാകണമെന്നില്ല, ആ മനുഷ്യനെ നയിക്കുന്നത് ഒരു സംഘടനയാകണമെന്നില്ല, ആ മനുഷ്യനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു ലോകത്തിൻ്റെ വെളിച്ചമാകണമെന്നില്ല, ആ മനുഷ്യനെ മുമ്പോട്ട് നയിക്കാൻ പുറകിൽ നിന്ന് കേൾക്കുന്നൊരു ശബ്ദം മാനുഷികമോ അശരീരിയോ ആകണമെന്നില്ല. അവനോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, അവനോട് സംസാരിക്കുന്ന ദൈവാത്മാവിൻ്റെ ഇടപെടൽ, അവൻ്റെ കാതുകളിലൂടെ മന്ദമായി കേൾക്കുന്ന സ്വരങ്ങൾ പോലും വേഗത്തിൽ ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന ഒരു ഹൈ ഡെഫിനിഷൻ പവർ അവനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ മനുഷ്യാത്മാവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ കഴിയുമാറ് ഹൈ ഡെഫിനിഷൻ ആക്കി അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവൻ ദൈവശബ്ദം കേൾക്കുന്നവനായിരിക്കും. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം എന്തെന്നാൽ അത് ദൈവത്തിൻ്റെ ഹിതങ്ങളെയും ഇഷ്ടങ്ങളെയും ദൈവം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ അറിയിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഒന്നും കൂടെ പറയാം, നിങ്ങൾ എന്ന വ്യക്തിയെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു. ഞാൻ ഈ പറയുന്നത് പോലെ ദൈവവചനത്തോടും ദൈവത്തിനായി നിൽക്കുന്നവരോടും സ്നേഹവും ആദരവും ബഹുമാനവും അനുസരണവും, നിങ്ങൾക്ക് മുതിർന്ന വ്യക്തികളോട് ബഹുമാനവും അനുസരണവും സ്നേഹവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം തന്നെ അയച്ചിരിക്കുന്ന ഒരു കംഫർട്ടറാണ്, മലയാളത്തിൽ കാര്യസ്ഥനാണ്, ഒരു ഹെൽപ്പറാണ്, ദൈവത്തിൻ്റെ തന്നെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനോട് നിങ്ങളോട് പരിശുദ്ധാത്മാവിനെ സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവഹൃദയത്തെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ, ഒന്ന്, നിങ്ങൾ വചനം പ്രമാണിക്കുന്നവനാകണം എന്ന് യേശു തന്നെ പറയുന്നു. എന്നെ സ്നേഹിക്കാത്തവൻ, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എൻ്റെ വാക്ക് അവരനുസരിക്കത്തില്ല. ഞാൻ എൻ്റെ വൈഫിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൾ പറയുന്നൊരു അഭിപ്രായം ഞാൻ എടുക്കത്തില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചൊരു സന്ദേശം തയ്യാറാക്കത്തില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, പാസ്റ്ററെ എന്തുപറ്റി 2 ദിവസമായല്ലോ വീഡിയോ കണ്ടിട്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ല. നിങ്ങളിൽ പലരും അത് ചോദിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങൾ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഈ പ്ലാറ്റ്ഫോമിനെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങൾ അതിനു വേണ്ടി ഓർക്കുന്നത് കൊണ്ടും നിങ്ങൾ അതിനെ കാത്തിരിക്കുന്നത് കൊണ്ടുമാണ്. അങ്ങനെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങൾ ദൈവത്തിനായി കാത്തിരിക്കുന്നത് കൊണ്ടും നിങ്ങൾ ദൈവിക ആലോചനയ്ക്കായി ചെവി കൂർപ്പിച്ചിരിക്കുന്നത് കൊണ്ടും നിങ്ങൾ ദൈവവചനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളോട് സംസാരിക്കുന്ന ഒരാത്മാവുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്. നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഒന്നും കൂടെ, നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്.
നിങ്ങളോട് ചില കാര്യങ്ങളൊന്ന് അരുളപ്പാടായി അറിയിക്കാൻ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഈ മീറ്റിങ്ങിനെ കർത്താവ് ആ നിലയിലാക്കി തീർത്തിരിക്കും. ഈ മീറ്റിങ്ങിന് ആശീർവാദം പറയുന്നതിന് മുന്നേ ചില കാതുകൾക്കകത്ത് ദൈവശബ്ദമെത്തും, ചില ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കും, ചില വ്യക്തികളെ അവിടുന്ന് മോൾഡ് ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ നിങ്ങളോട് വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും എൻ്റെ പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ഐഹിക ജീവകാലത്ത് ഒത്തിരി കാര്യങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നു, കൈമാറി. കർത്താവ് വാക്കുകളിലൂടെ കൈമാറിയത് പലതും ശിഷ്യന്മാരിലൂടെ അന്നത്തെ കാലഘട്ടത്തിൽ നിറവേറിയില്ല, അല്ലെങ്കിൽ അതിന് സമയമായില്ല. കർത്താവായ യേശു പഠിപ്പിച്ചതെല്ലാം ഒന്നും അന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ, മനോഭാവത്തിൽ ശിഷ്യന്മാർ ഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ അതവർക്ക് അങ്ങോട്ട് ഏറ്റില്ല, അവരിലേക്ക് കയറിയില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ അത്ഭുതങ്ങളെക്കുറിച്ചോ ഇവരിലൂടെ നടക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചോ പുനരുത്ഥാനത്തെക്കുറിച്ചോ ഒന്നും തന്നെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞാലും, കർത്താവുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെന്ന് പറഞ്ഞാലും, പ്രാർത്ഥനാ ജീവിതമുള്ളവരാണെന്ന് പറഞ്ഞാലും, ഉപവസിക്കുന്നവരാന്ന് പറഞ്ഞാലാണെങ്കിലും ഒന്നും തന്നെ യേശു കർത്താവ് ഉദ്ദേശിച്ച ഒരു നിലവാരത്തിൽ ശിഷ്യന്മാരുടെ ഉള്ളിൽ കടന്നിരുന്നില്ല, കയറിയിരുന്നില്ല. അതിനവർക്ക് ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു. അപ്പോ യേശു തന്നെ പറയുന്നു, നിങ്ങളെ പലതും ഓർമ്മിപ്പിക്കാനുണ്ട്. ഓ മൈ ഗോഡ്. യേശു തന്നെ പറയുന്നു, നിങ്ങളെ വീണ്ടും ഉപദേശിക്കാനുണ്ട്. യേശു തന്നെ പറയുന്നു, അതിനൊരു വ്യക്തി ഇനിയും വരാനുണ്ട്. യേശു തന്നെ പറയുന്നു, ഞാൻ പറഞ്ഞത് വിലയില്ലാഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞതിന് വില കുറഞ്ഞതുകൊണ്ടുമല്ല, പക്ഷെ ഞാൻ പറഞ്ഞ വാക്കുകളെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ഒരാത്മാവും കൂടെ വരാനുണ്ട്. അവൻ വരും. അവൻ വരണമെങ്കിൽ ഞാൻ കയറിപ്പോകണം. അവൻ വരും. അവൻ വരണമെങ്കിൽ ഞാൻ കയറിപ്പോകണം. അവൻ വന്നാൽ ഞാൻ പറഞ്ഞത് വീണ്ടും അവൻ ആവർത്തിക്കും. ഞാൻ നിങ്ങളെ ഉപദേശിച്ചത് ഒന്നും കൂടെ അവിടെ നിന്ന് ഉപദേശിച്ചു തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ മറന്നത് നിങ്ങളെ അവിടെ നിന്ന് വീണ്ടും ചിന്തകളിൽ ഓർമ്മകളായി കൊണ്ടുവരും. അതിന് ഞാൻ പോകണം. ഞാൻ പോകുന്നത് നല്ലത്. ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരികയില്ല. 28-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എന്നേക്കാൾ വലിയവനെന്ന് യേശുക്രിസ്തു പിതാവിനെ ഉയർത്തുമ്പോൾ തൻ്റെ തന്നെ ആ പദവിയിൽ ഇരിക്കുന്ന ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ, തൻ്റെ തന്നെ ആത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും ഇഷ്ടം എന്തെന്നാൽ യേശു ഈ ഭൂമിയിൽ പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ, യേശു ഈ ഭൂമിയിൽ പകർന്നിട്ട് പോയ ചില കാര്യങ്ങൾ, യേശു ഈ ഭൂമിയിൽ ചിലരുടെ മേൽ ആക്കിയ ചില കാര്യങ്ങൾ, യേശു ഈ ഭൂമിയിൽ ചിലരുടെ മേൽ ഊതിയിട്ട് പോയ തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വർക്കിംഗ് ഇന്നും ഈ പുതുതലമുറയുടെ മേൽ, ഇന്നും ഈ തലമുറയുടെ മേൽ, ഇന്നും ഈ രാജ്യത്തിൻ്റെ മേൽ, ഇന്നും ഈ പട്ടണങ്ങളുടെ മേൽ, ഇന്നും ഈ ഭൂഖണ്ഡത്തിൻ്റെ മേൽ വ്യാപരിക്കണമെന്നും പ്രവൃത്തിയിൽ വെളിപ്പെടണമെന്നും അതിനകത്ത് തെളിവുകൾ ലഭിക്കണമെന്നും അവിടുന്ന് ഇച്ഛിക്കുന്നത് കൊണ്ട് ആത്മാവ് ഇതിനകത്ത് ആരോടോ പറയുന്നു. കർത്താവായ യേശു പറഞ്ഞ ചില കാര്യങ്ങൾ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവിന് ഓർമ്മിപ്പിക്കേണ്ടി വന്നതുപോലെ കർത്താവായ യേശു പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ, ചില റിയാലിറ്റീസ്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, പ്രവചനാത്മാവിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പലതും ശിഷ്യന്മാർ മറന്നു. എന്നാൽ പറഞ്ഞവൻ മറന്നിട്ടില്ല. ആമേൻ. ആ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുകയും പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും താൻ പറഞ്ഞതിൽ ഒരു നെല്ലിട വ്യത്യാസമില്ലാതെ മുഴുവനും ഈ ഭൂമിയിൽ ഇന്നും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന
പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ശിഷ്യന്മാരുടെ മേലൂടെ ലോകം മുഴുവനുമായി ലഭിച്ചതുപോലെ, ശിഷ്യന്മാരിൽ നിന്നും അതിന്റെ കൈമാറ്റം നാം ഓരോരുത്തരിലേക്കും വന്നതുപോലെ, നമ്മിലൂടെ ഇന്നും പല വ്യക്തികളിലേക്ക് ഈ സുവിശേഷം കൈമാറുന്നത് പോലെ, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ പരിശുദ്ധാത്മാവ് പലരെയും സൗഖ്യമാക്കുന്നത് പോലെ, നമ്മുടെ ശുശ്രൂഷകളിലൂടെ പലരെയും കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത് പോലെ, നമ്മുടെ പ്രവചനങ്ങളിലൂടെ ദൈവാത്മാവ് പല വാതിലുകളും തുറക്കുന്നത് പോലെ, ഇന്നും അതേ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വം നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ വെളിപ്പെട്ട് വരേണ്ടത് ആവശ്യമാകുന്നു. അതേ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം നാം ഓരോരുത്തരിലും വെളിപ്പെടേണ്ടത് ആവശ്യമാകുന്നു. എന്തിന്? ചില കാര്യങ്ങൾ ദൈവത്തിന് നിന്നെ ഓർമ്മിപ്പിക്കാനുണ്ട്. ചില കാര്യങ്ങൾ ദൈവത്തിന് നിന്നിലൂടെ ലോകത്തിന് ബോധം വരുത്താനുണ്ട്. ചില കാര്യങ്ങൾ നിന്റെ മിനിസ്ട്രിയിലൂടെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉപവാസത്തിലൂടെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിലൂടെ പരിശുദ്ധാത്മാവിനെ ചെയ്യാനായിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന് ചെയ്യാനായിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനെ ചെയ്യാനായിട്ടുണ്ട്. ഹി ഈസ് എ കംഫർട്ടർ. ഹി ഈസ് എ കംഫർട്ടർ. കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യേശു കർത്താവ് ഉപദേശിച്ചു, പക്ഷെ സകലവും ഉപദേശിച്ചില്ല. യേശു കർത്താവ് പഠിപ്പിച്ചു, പക്ഷെ സകലവും പഠിപ്പിച്ചില്ല. യേശു കർത്താവ് പൊരുൾ തിരിച്ചു, അല്ലെങ്കിൽ ഉപമ പറഞ്ഞു, പക്ഷെ എല്ലാ ഉപമയും പറഞ്ഞില്ല. യേശു കർത്താവ് ചിലതൊക്കെ റിവീൽ ചെയ്തു, പക്ഷെ എല്ലാം റിവീൽ ചെയ്തില്ല. യേശു കർത്താവ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിരുന്നു, പക്ഷെ ചെയ്തില്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ, അന്നും ഇന്നും ജനത്തിൻ്റെ അക്സെപ്റ്റൻസിൽ വലിയ അളവിൽ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ജനത്തിൻ്റെ വിശ്വാസത്തിൽ, ജനത്തിൻ്റെ ബോധ്യത്തിൽ വലിയ ഒരളവിൽ വ്യത്യാസമുണ്ട്. അപ്പല്ലോസ് എന്ന് പറയുന്ന വാക്കിൽ വൈഭവമുള്ളവനും, യോഹന്നാന്റെ സ്നാന അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ നമുക്കറിയാം 24-ാമത്തെ അധ്യായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ 19-ാമത്തെ അധ്യായം. അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യഹൂദനാണ്. വാക് സാമർഥ്യമുള്ളവനും വാക്കിൽ വൈഭവമുള്ളവനുമാകുന്ന ജ്ഞാനിയായ ഒരു മനുഷ്യൻ ആകുന്ന അപ്പല്ലോസ് യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് വളരെ കാര്യമായി അറിഞ്ഞിരുന്നു എങ്കിലും ക്രിസ്തുവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ച ഒരു മനുഷ്യനായിരുന്നു അപ്പല്ലോസ്. അപ്പല്ലോസിന് ക്രിസ്തുവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചത് കൊണ്ട് തന്നെ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമാണ് അറിഞ്ഞിരുന്നതെങ്കിലും ആത്മാവിൽ ഭയങ്കര എരിവുള്ളവനായിരുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണം, നിങ്ങൾ വായിച്ച അവിടെ തന്നെ ഉണ്ടാവും, സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല. അപ്പല്ലോസിന്റെ സ്പിരിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ ആത്മാവിൽ എരിവുള്ളവനായിരുന്നു. ആരേലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളൊരു എരിവൊന്നും അല്ല, ക്രിസ്തുവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചതിൻ്റെ ഒരു എരിവാ. നിന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ആരേലും അന്ന് തലയ്ക്കൊന്ന് കൈവച്ചെങ്കിൽ ഞാനൊന്ന് ജ്വലിക്കുമായിരുന്നു എന്നും, ആരെങ്കിലും എന്നെ ഒന്ന് ഉയർത്തിയെങ്കിൽ ഞാനൊന്ന് ഉയരുമായിരുന്നു എന്നും, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചെങ്കിൽ എൻ്റെ ഈ ഞെരുക്കം ഒന്ന് മാറുമായിരുന്നു എന്നും, ആരെങ്കിലും എന്നെ ഒന്ന് പഠിപ്പിച്ചെങ്കിൽ ഞാനൊന്ന് പഠിക്കുമായിരുന്നു എന്നും, ആരെങ്കിലും എന്നെ ഒന്ന് ട്രെയിൻ ചെയ്തെങ്കിൽ ഞാനും ഇതുപോലെയൊക്കെ ഒന്ന് ആവുമായിരുന്നു എന്നും, ആരെങ്കിലും എന്നെ ഒന്ന് എടുത്തോണ്ട് പോയെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരുന്നു എന്നുമൊക്കെ കരുതിയിരിക്കുന്ന നിങ്ങളുടെ അകത്തിരിക്കുന്ന സാധ്യതയുള്ള ഒരാത്മാവിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെ കൈവെപ്പുമില്ലാതെ, ആരും ഉയർപ്പിക്കാതെ, ആരും പഠിപ്പിക്കാതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു ഉപദേശം കർത്താവിന് ആരുടെയോ കാൽ കീഴിൽ നിന്ന് അല്ലെങ്കിൽ ആരുടെയോ കൈ കീഴിൽ നിന്ന് യേശു കർത്താവ് പഠിച്ചു. യേശു കർത്താവിന്റെ ബാല്യകാലം ബൈബിളിൽ മറവാണ്. യേശു കർത്താവ് പഠിച്ചു, പഠിക്കാതിരുന്നില്ല. പക്ഷേ ആ പഠിപ്പിച്ച വ്യക്തി ഉയർത്തിയത് കൊണ്ടല്ല യേശു ഉയർന്നത്. ഉപദേശം ലഭിച്ചത് കൊണ്ടല്ല യേശു ഉപദേശിയായി മാറിയത്. പ്രവാചക അഭിഷേകം ഒരു മനുഷ്യനിൽ നിന്ന് പകർന്നിട്ടല്ല യേശു പ്രവാചകനായി മാറിയത്. ഡെലിവറൻസ് ശുശ്രൂഷകളിൽ പോയി പങ്കെടുത്തിട്ടല്ല യേശു ഒരു ഡെലിവറൻസ് മിനിസ്റ്ററായി മാറിയത്. അപ്പൊ സകലതും യേശുവിലൂടെ ചെയ്തെടുക്കുവാൻ പിതാവിന് അല്ലെങ്കിൽ സ്വർഗത്തിന് സാധിച്ചത്, അല്ലെങ്കിൽ പുത്രന്റെ വരവിന് വേണ്ടി ഹോളി സ്പിരിറ്റ് അവിടെ വെയിറ്റ് ചെയ്തതും,
താൻ അവിടെ റീച്ച് ചെയ്തതോടെ, താൻ ഇവിടെ ലാൻഡ് ചെയ്തതിൻ്റെയും പിന്നിൽ പുത്രന്റെ അകത്ത് ഒരുക്കമുള്ള ഒരു ഭയങ്കര വലിയൊരു ആത്മാവുണ്ടായിരുന്നു, അല്ലെങ്കിൽ എരിവുള്ളൊരു ആത്മാവുണ്ടായിരുന്നു. സഹോദര സഹോദരി, ഏതൊരു ജീവിതവും അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ പിന്നിൽ ഒരു എരിവുള്ള ഒരു ആത്മാവുണ്ട്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ടോ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഒരുക്കമുണ്ട്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ടോ, അവിടെ ഒരുക്കത്തോടെ ഇരുന്ന് സഹകരിക്കുന്ന ഒരു ആത്മാവുണ്ട്. അതെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാകുന്ന എന്റെയും നിങ്ങളുടെയും അകത്ത് ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരാത്മാവുണ്ട്. ആ ആത്മാവിന്റെ എരിവിനനുസരിച്ചാണ് ഈ ഭൂമിയിൽ അയക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കണോ വേണ്ടായോ, കയറണോ വേണ്ടായോ, പകരണോ വേണ്ടായോ, ഉപയോഗിക്കണോ വേണ്ടായോ, വളർത്തണോ വേണ്ടായോ തീരുമാനിക്കുന്നത്. അപ്പൊല്ലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് ഭയങ്കര വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റിയതിന്റെ പിന്നിൽ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു നോക്കൂ. തിരുവെഴുത്ത് പറയുന്നു, യേശുക്രിസ്തുവിനെ കണ്ടതുകൊണ്ടല്ല, യേശുക്രിസ്തുവിന്റെ കൈവെപ്പ് കിട്ടിയത് കൊണ്ടല്ല, യേശുവിന്റെ പുറകെ നടന്നത് കൊണ്ടല്ല, പക്ഷെ ക്രിസ്തുവിന്റെ മാർഗത്തിൽ അവൻ ഉപദേശം ലഭിച്ചിരുന്നു. തീർന്നില്ല. അതുകൊണ്ട് തന്നെ അക്വിലാസും പ്രിസ്കില്ലാവും തനിക്ക് വേണ്ടുന്ന കർത്താവിനെ കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ കൈക്കൊണ്ട് തന്നെ ആ മാർഗം കൂടുതൽ തെളിയിച്ചു കൊടുക്കുകയും അതിലൂടെ തന്നെ കൊണ്ട് അഖായിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അയച്ച് അവിടെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നത് കൊണ്ട് ഭയങ്കര വീര്യപ്രവർത്തികൾ അപ്പൊല്ലോസിലൂടെ നടന്നതുപോലെ എന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട്, പ്രാർത്ഥിക്കുന്ന കർത്തൃദാസീദാസന്മാരുണ്ട്, ദൈവവേലയിൽ ഫുൾ ടൈം പാർട്ട് ടൈം ഒക്കെ നിൽക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ട്, സമർപ്പിതരായവരുണ്ട്, ഇതിനുവേണ്ടി കൊതിക്കുന്നവരുണ്ട്. അവരെ നോക്കി ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ഈ ഭൂമിയിൽ നിന്നെ ആരും വളർത്താനില്ലെങ്കിലും, ഈ ഭൂമിയിൽ നിന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു കംഫർട്ടർ ഇല്ലെങ്കിലും, നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ ശേഷം അയക്കപ്പെട്ടൊരു കംഫർട്ടർ ഇപ്പോഴും നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആത്മാവ് തെളിവായി പറയുന്നു, യേശു ക്രിസ്തുവിന്റെ വചനത്തിലൂടെ നീ കേട്ട ദൈവ ശബ്ദങ്ങളെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കാൻ പോകുകയാണ്. യേശു ക്രിസ്തുവിന്റെ ആത്മാവിൽ നീ കേട്ട പ്രവചന ശബ്ദങ്ങളെ ദൈവാത്മാവ് ഉറപ്പിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടി ഒരു കംഫർട്ട് ഈ മീറ്റിംഗിനകത്ത് ഇറങ്ങി, അതിനുവേണ്ടി ഒരു കംഫർട്ട് ഈ മീറ്റിംഗിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ കരം ആരുടെയൊക്കെയോ മേൽ ഈ സമയം അത് വെളിപ്പെടും. ആ കരം ആരുടെയൊക്കെ മേൽ വെളിപ്പെടും. കാരണം ചില കാര്യങ്ങൾ ദൈവാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിരാശയോടെ ചോദിച്ച കാര്യങ്ങൾ ദൈവം ഓർമ്മിപ്പിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് വരുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, അവൻ മറന്നുപോയതും കൂടെ ഉപദേശിച്ചു തരും, ഓർമ്മപ്പെടുത്തും. മറന്നുപോയതും കൂടെ അവിടുന്ന് ഓർമ്മപ്പെടുത്തും. നിങ്ങൾ പറഞ്ഞ പല പ്രാർത്ഥനാ വിഷയങ്ങളും പലരും മറന്നു, പക്ഷെ പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം മറക്കുന്നില്ല. നിങ്ങളുടെ പല ആവശ്യങ്ങളും, നിങ്ങൾ ചെയ്ത ശുശ്രൂഷയും, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിടം കൊടുത്തതും, നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിടം കൊടുത്തതും, നിങ്ങൾ നിങ്ങളുടെ സമയം പകുത്തു കൊടുത്തതും, നിങ്ങൾ ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ഭക്ഷണം ഒഴിവാക്കി സമയം വിനിയോഗിച്ചതുമൊക്കെ അത് അനുഭവിച്ച് വിടുതൽ പ്രാപിച്ച് ഒരു നിലയിൽ എത്തിയവർ മറന്നു. ഒരു കാലത്ത് നീ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്തത് ചിലർ മറന്നു. ഒരു കാലത്ത് നിങ്ങൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്തത് ചിലർ മറന്നു. നിങ്ങളിൽ നിന്നും സ്വീകരിച്ച ശുശ്രൂഷകൾ ചിലർ മറന്നു. നിങ്ങളിൽ നിന്നും വാങ്ങിയ ചില നന്മകൾ ചിലർ മറന്നു. പക്ഷേ നീ ആരെ പ്രതി അതൊക്കെ ചെയ്തോ, നിങ്ങൾ ആരെ മുൻനിർത്തി അതൊക്കെ ചെയ്തോ, നിങ്ങൾ ആരുടെ പ്രസാദത്തിനായിട്ടും നിങ്ങൾ ആരുടെ ശബ്ദം കേട്ടും നിങ്ങൾ അത് ചെയ്തോ, അവിടുന്ന് അത് മറന്നിട്ടില്ല. നിങ്ങളോട് ചിലതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവാണ്. അത് ആ വ്യക്തിയുമായി ഒരു ബന്ധവും ഇല്ലെങ്കിൽ പോലും ദൈവാത്മാവ് നിന്നോട് പറഞ്ഞതുകൊണ്ട് അതിന്റെ പ്രതിഫലം നിനക്കുണ്ട്. ആർ ദൈവശബ്ദം കേട്ട് പ്രമാണിക്കുന്നോ അവനെ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ യേശു തന്നെ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നു, പ്രമാണിക്കാഞ്ഞാൽ, അങ്ങനല്ലേ കിടക്കുന്നേ, ആ വചനം പ്രമാണിക്കാഞ്ഞാൽ അവൻ എന്നെ സ്നേഹിക്കുന്നില്ല. നിങ്ങളൊരു ദൈവസ്നേഹിയായതുകൊണ്ടും നിങ്ങളൊരു ക്രൈസ്തവനായതുകൊണ്ടും ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കാൻ വിളിക്കപ്പെട്ടൊരു വ്യക്തിയായതുകൊണ്ടും നിങ്ങൾ ചില കാര്യങ്ങൾ ദൈവനാമത്തിന് എന്ന് പറഞ്ഞ് ചെയ്യുന്നു. പക്ഷേ അത് അനുഭവിക്കുന്നവർ
ഓർക്കണമെന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ആരുടെ നാമത്തെ പ്രതി ചെയ്തോ അവിടുന്ന് അത് ഓർക്കുന്നു. അതുകൊണ്ട് സുഹൃത്തേ, പലരും നിങ്ങളെ മറന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന നിന്നെ ഈ ശബ്ദം കേൾപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ മറന്ന ചിലരെ ഓർമ്മിപ്പിക്കുന്നൊരു സമയം വരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളെ ചിലരുടെ ഉള്ളിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ആർക്കും കടക്കാരനല്ല, ദൈവം ആർക്കും കടക്കാരനല്ല. അവിടുന്ന് ചില കാര്യങ്ങൾ ചിലരെ ഓർമ്മിപ്പിക്കണമെങ്കിൽ അത് ഓർമ്മിപ്പിക്കും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവം ഓർമ്മിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവസന്നിധിയിൽ എടുത്ത ചില തീരുമാനങ്ങൾ, നിങ്ങൾ ദൈവത്തിന് കൊടുത്ത ചില വാക്കുകൾ, നിങ്ങൾക്ക് ദൈവം വചനത്തിലൂടെ തന്ന ചില വലിയ വലിയ ആലോചനകളൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? അർത്ഥം ഇതാണ്, ആ കംഫർട്ടർ നിങ്ങളുടെ അരികിലുണ്ട്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതങ്ങളെ പണിയുവാൻ തക്കവണ്ണം അവിടുന്ന് മുന്നമേ നമ്മളോട് സംസാരിക്കുകയും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിനു മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. എല്ലാ മനുഷ്യനും പാപം ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പാപം ചെയ്യുന്നത് കൊണ്ട് ഞാൻ പാപിയാണ് എന്നവർ കരുതുന്നുമില്ല. പാപം ചെയ്യാതെ ഇരുന്നിട്ടും, പാപം ചെയ്യാത്ത ആരും ഇല്ല. ഇൻ ദ സെൻസ്, അവർ അവരുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു പാപത്തിനും കമ്മിറ്റഡ് അല്ലെങ്കിൽ പോലും, ഒരു കൽപ്പനകളും ലംഘിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും അവരെന്തോ ഭയങ്കര വലിയൊരു ക്രൈം ചെയ്തവരാണ്. എന്നെ ദൈവം അംഗീകരിക്കുന്നില്ല, എന്നെ എൻ്റെ ദൈവം സ്വീകരിക്കുന്നില്ല, എനിക്ക് സ്വർഗം കിട്ടത്തില്ല, എനിക്ക് പിതാവിൻ്റെ അരികിലെത്താൻ ഒക്കത്തില്ല എന്ന് കരുതുന്നവരുമുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇത് രണ്ട് രീതിയിൽ പറയണം ഈ കാര്യം. ഒന്ന്, നാം പാപം ചെയ്യുമ്പോൾ, ഏത് രീതിയിലുള്ള പാപവുമാകട്ടെ, നമ്മുടെ കർമ്മപാപമാകട്ടെ, നമ്മുടെ ജന്മപാപമാകട്ടെ, നാം ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നാം ചെയ്യുന്ന പ്രവൃത്തിയാലോ നമ്മുടെ വാക്കാലോ ചിന്തയാലോ ഏതിലോ ആകട്ടെ, ഏത് പാപമാണെങ്കിലും ആ ഒരു പാപം ചെയ്തു എന്ന് നമ്മുടെ ഉള്ളറിയുമ്പോൾ ഉള്ളു നമുക്ക് തരുന്ന ഒരു മനസാക്ഷിക്കുത്തുണ്ട്. അത് ന്യായം. അത് നാം കർത്താവിൻ്റെ രക്തത്തിൽ വീണ്ടും ആശ്രയിക്കേണ്ടതിൻ്റെയും ആ ഒരു എറർ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതിനും നമ്മുടെ തന്നെ ആത്മാവും പരിശുദ്ധാത്മാവും ചേർന്ന് നമ്മെ ബോധ്യപ്പെടുത്തി നമ്മെ ആ തെറ്റിൽ നിന്ന്, നമ്മൾ ആ ഒരു ഒഫൻസിൽ നിന്ന് നമ്മെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദൈവികമാകുന്ന ഒരു മാർഗം അല്ലെങ്കിൽ ഒരു ദൈവിക നിർദ്ദേശമാണ് ആ ചിന്ത. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നന്മ ചെയ്യണം, എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം, എല്ലാവരും സമാധാനത്തോടിരിക്കണം, ആരുടെ ഒരു ഉറുമ്പിനെ പോലും ഞാൻ അറിഞ്ഞുകൊണ്ട് നോവിക്കരുത്, അറിയാതെ പോലും നോവിക്കരുത് എന്ന് ജീവിതത്തിൽ ഭയങ്കരമാകുന്ന ഒരു തീക്ഷ്ണത ഒരു വ്യക്തിയിലുള്ളപ്പോൾ ആ വ്യക്തിക്ക് ഒരിക്കലും പാപം ചെയ്യാനൊക്കത്തില്ല. ആ വ്യക്തിക്ക് ഒരിക്കലും ഒരാളുടെ 10 രൂപ മോഷ്ടിച്ചെടുക്കാനൊക്കത്തില്ല. ആ വ്യക്തിക്ക് ഒരിക്കലും ഒരാളെ ചതിക്കാനൊക്കത്തില്ല. ആ വ്യക്തിക്ക് ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു വ്യക്തിയെ ദ്രോഹിക്കാനൊക്കത്തില്ല. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയുടെ ഉള്ളിൽ പോലും ഞാൻ എന്തോ ഭയങ്കര തെറ്റ് ചെയ്തൊരു വ്യക്തിയാണ് എന്ന ഒരു പാപത്തിൻ്റെ ഭാരം ചുമക്കുന്നത് പോലെ ഒരു ഭാരം ചുമക്കുന്നുണ്ടെങ്കിൽ അത് സാത്താനീയമാണ്. അത് സാത്താനീയമാണ്. ഇവിടെ ഒരു കൂട്ടർ പാപം ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് സ്വർഗമില്ല, രക്ഷയില്ല, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും ദൈവത്തിന് ചെയ്യാനൊക്കത്തില്ല, കാരണം ഞങ്ങളൊക്കെ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. പണ്ട് ഇത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എൻ്റെ മുതുമുത്തച്ഛന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, അതൊക്കെ ഞങ്ങളെ പിന്തുടരത്തില്ലേ, ഞങ്ങൾ ഇങ്ങനൊരു ശപിക്കപ്പെട്ട ഫാമിലിയല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ജീവിച്ചൊരു വ്യക്തിയല്ലേ,
ഞാൻ ദൈവത്തിന് നേരെ വിരൽ ചൂണ്ടിയ വ്യക്തിയല്ലേ, ദൈവത്തിനെതിരായി സംസാരിച്ച വ്യക്തിയല്ലേ? അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി പൗലോസിനെ എങ്ങനെ നേടി? ഓർക്കൂ, പൗലോസിനെ എങ്ങനെ നേടി? പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു കംഫർട്ടറാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും കംഫർട്ടറാക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നതിൽ 2 കൂട്ടർ ഉണ്ടാകും. അതായത് ജീവിതത്തിൽ പാപിയായവർ ഉണ്ടാകും. ഞാൻ അടക്കമുള്ളവർ പാപികളാണ് ആയിരുന്നു. ഞാൻ അടക്കമുള്ളവർ പാപികളായിരുന്നു. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിവില്ലായ്മയുടെ കാലത്തിലും അറിഞ്ഞതിന് ശേഷവും പല വീഴ്ചകൾ വന്നുപോയി. മനുഷ്യൻ വീണുപോയവനാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ വീണുപോയവനെ താങ്ങിയെടുക്കാനാണ് ക്രിസ്തുവിൻ്റെ കരം ഈ ഭൂമിയിലേക്ക് നീട്ടിയത്. അതിനുശേഷം എൻ്റെയും നിങ്ങളുടെയും എല്ലാം പാപം കർത്താവായ യേശുക്രിസ്തു എന്ന ഏകൻ്റെ ശരീരത്തിൽ താൻ അനുഭവിച്ച് ക്രൂശുമരണം അടക്കപ്പെട്ട നിയമപരമായി സ്വർഗം വെച്ച നിയമത്തിൽ ഒരല്പം പോലും പ്രാർത്ഥിച്ചു വിട്ടുവീഴ്ച വരുത്താതെ, ഒരല്പം പോലും ആ നിയമം അമെൻഡ് ചെയ്യാതെ സകലതും അവസാന സമയം വരെ ക്രൂശിൽ സഹിച്ച് തനിക്ക് വെച്ചിരുന്ന സമയം തീർന്നപ്പോൾ തലചരിച്ച ഈ ഭൂമിയിൽ നിന്ന് അവൻ പ്രാണൻ വിട്ടു. ശേഷം അവനെ കല്ലറയ്ക്കകത്തടക്കി 3 നാൾ അവിടെയും വെയിറ്റ് ചെയ്തു. 3 നാൾ അവിടെയും വെയിറ്റ് ചെയ്തു. അവിടെയും നിയമം അമെൻഡ് ചെയ്തില്ല. അവിടെയും പ്രാർത്ഥിച്ച കാലതാമസത്തെ കുറച്ചില്ല. 3 നാൾ കല്ലറയ്ക്കകത്തിരുന്നു. എന്തിന്? എനിക്കും നിങ്ങൾക്കും വേണ്ടി. എങ്കിലേ വാഗ്ദത്തം പൂർത്തിയാകത്തുള്ളൂ. 3-ാം നാൾ കൃത്യസമയത്ത് പരിശുദ്ധാത്മാവ് വന്നു തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തി. അതിനെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ. പാപം ചെയ്തൊരു മനുഷ്യനെ നോക്കി യോഹന്നാൻ മൂപ്പൻ ഇങ്ങനെ വിളിക്കുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, ഒരു മനുഷ്യന് പാപം ചെയ്ത മക്കളെ സ്വന്തം മക്കളെ പോലെ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ യോഹന്നാൻ മൂപ്പനെ സൃഷ്ടിച്ച സ്വർഗീയ പിതാവിന് എന്നെയും നിങ്ങളെയും എത്ര വാത്സല്യത്തോടെ വിളിക്കാൻ കഴിയും? പാപം ചെയ്തു പോയ സഹോദര, വീണ്ടും വീണ്ടും പാപത്തിൽ വീണുപോകുന്ന സഹോദര, ഉപേക്ഷിച്ച പാപത്തെ വീണ്ടും വീണ്ടും ചെയ്തു പോകുന്ന സഹോദര, പാപം ചെയ്തു പോയ സഹോദരി, അറിയാതെ പല തെറ്റുകളിൽ വീണുപോയ പ്രിയപ്പെട്ട മിത്രമേ, യൗവനക്കാരി, ഒന്ന് ശ്രദ്ധിക്ക്. ദൈവം നിന്നെ പാപിയെ നല്ല വിളിക്കുന്നേ. ദൈവം നിന്നെ പാപം ചെയ്തവനെ നല്ല വിളിക്കുന്നേ. ദൈവം നിങ്ങളെ തേജസ് നഷ്ടപ്പെട്ടവനെ നല്ല വിളിക്കുന്നേ. ദൈവം നിന്നെ ദൈവദ്രോഹിയെ നല്ല വിളിക്കുന്നേ. ദൈവം നിന്നെ വിളിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ. മക്കളെ, ഒരിക്കലും സൺഷിപ്പ് മാറുന്നില്ല. സൺഷിപ്പ് മാറുന്നില്ല. പുത്രത്വം മാറുന്നില്ല. എൻ്റെ കുഞ്ഞെത്ര തെറ്റ് ചെയ്താലും, ചെയ്യരുത് എന്ന് പറയുന്ന തെറ്റവൻ പിന്നെയും ചെയ്താലും, അതിനേക്കാൾ വലിയൊരു തെറ്റവൻ പിന്നെയും ചെയ്താലും എനിക്ക് അവനോട് ദേഷ്യം വരും. ഞാൻ അവനെ അടിക്കും, ശാസിക്കും, ചിലപ്പോൾ പരസ്യമായി ശകാരിക്കും. പക്ഷെ അവൻ എൻ്റെ മകനല്ലാതാകുന്നില്ല. ഒരുപക്ഷെ എനിക്കിനി അപ്പായെ വേണ്ട എന്നവൻ പറഞ്ഞാലും അവൻ എൻ്റെ മകനല്ലാതാകുന്നില്ല, ഞാൻ അവൻ്റെ അപ്പനുമല്ലാതാകുന്നില്ല. പക്ഷെ പിന്നത്തേതിൽ അവൻ മടങ്ങി വന്നാൽ ഞാൻ അവനെ ഉപേക്ഷിക്കുമോ? ഇരട്ടി സ്നേഹത്തോടെ ചേർക്കുമോ? ഇത് തന്നെ നമ്മുടെ പിതാവ് നമ്മളോട് ചെയ്തത്. ഇത് തന്നെ നമ്മുടെ ദൈവവും നമ്മളോട് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ. യോഹന്നാൻ എൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവാണ് ആ വാക്ക് അദ്ദേഹത്തിൻ്റെ അതിരത്തിലൂടെ ഉച്ചരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. പ്രായത്തിൻ്റെ ഒരു ചാബല്യം കൊണ്ട്, അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഒഫൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ വ്യക്തിയാണെങ്കിലും അത് നമ്മൾ ഏറ്റു പറയാത്ത സമയത്തെടുത്തോളം പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ തൻ്റെ വ്യക്തിത്വം പ്രദർശിപ്പിക്കാൻ നിയമപരമായി തടസ്സമുണ്ട്. ലിസൺ മീ. അത് രഹസ്യപാപമാകട്ടെ പരസ്യപാപമാകട്ടെ, അത് പരസ്യമായി പറയാൻ പറ്റുന്ന ഒരു തെറ്റ് അല്ലെങ്കിൽ അധർമ്മമാകട്ടെ, ഞാൻ ആ വ്യക്തിയെ പരസ്യമായി നാണം കെടുത്തി, ഞാൻ ആ വ്യക്തിക്കെതിരെ 2 എഴുത്തങ്ങടി എഴുതി, ഞാൻ ഫോണിൽ കൂടെ അവളെക്കുറിച്ച് മറ്റവളോട് സൂപ്പറായിട്ട് പറഞ്ഞു കൊടുത്തു, ഞാൻ ഒന്നും പറയണ്ടെന്ന് വെച്ചതാ, പക്ഷേ അഹങ്കാരം കൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റൊരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തുകയോ മറ്റൊരു വ്യക്തിക്ക് എതിരെ പറയുകയോ ഒരു വ്യക്തിയെ വേണ്ടുന്ന രീതിയിൽ മനസ്സിലാക്കാതെ നമ്മൾ ആ വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്യുകയോ നമ്മൾ കാണാത്തൊരു കാര്യത്തെ കണ്ടു എന്ന് പറയുകയോ
കേൾക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് വല്ലോരും പറഞ്ഞു കേട്ടിട്ട് ആ വ്യക്തിയോട് വേണ്ടാത്ത ഒരു മനോഭാവം വെച്ച് പുലർത്തുകയോ, നമ്മൾ കാണാൻ പാടില്ലാത്തൊരു കാര്യം കാണുകയോ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുകയോ, നമ്മളായിക്കൂടാത്തൊരു ബന്ധത്തിലേക്ക് പോയി ചേരുകയോ ചെയ്തുവെങ്കിൽ, ശരീര സംബന്ധമായ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, മനസ്സ് സംബന്ധമായ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവയവ സംബന്ധമായ ഒരു പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ദ്രിയ സംബന്ധമായ ഒരു പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നാം ദൈവസന്നിധിയിൽ വിശ്വാസത്തിന്റെ വഞ്ചക സ്ഥാനം ഉടുപ്പിക്കാൻ പിശാച് നിന്നെ ടെംപ്റ്റേഷൻ കൊണ്ട് മൂടിയെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, ശപിക്കപ്പെട്ടവനെ നല്ല ദൈവം നിന്നെ അഡ്രസ് ചെയ്യുന്നത്, ഭാവിയെ നല്ല ദൈവം നിന്നെ അഡ്രസ് ചെയ്യുന്നത്, വീണ്ടും എൻ്റെ സന്നിധിയിൽ വരാൻ യോഗ്യതയില്ലാത്തവനെ നല്ല അഡ്രസ് ചെയ്യുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് വിളിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം എന്തെന്നാൽ അത് ദൈവത്തോട് വീണ്ടും 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 നമ്മളെ അടുപ്പിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പല തെറ്റുകൾ ചെയ്താലും പിന്നെ ഉള്ളം നമ്മളെ അങ്ങ് ഇട്ട് വെന്ത് ഉരുകുന്നത് പോലെ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ട് പിന്നെ അപ്പാ എന്നെ നീ ഒഴിവാക്കൽ, എന്നെ നീ കളയല്ലേ, ദാവീദ് കടന്ന് നിലവിളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അങ്ങയുടെ പരിശുദ്ധാത്മാവ് അയ്യോ 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 അഭിഷേകമുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ ഒരു നിമിഷത്തെ ടെംപ്റ്റേഷൻ. ഞാൻ ഇന്നൊരു വ്യക്തിയോട് പറയുമായിരുന്നു, യേശുവിന്റെ ജീവിതത്തിൽ വന്ന ടെംപ്റ്റേഷൻ, യേശു പാപത്തിൽ ജനിച്ചൊരു വ്യക്തിയല്ല, പക്ഷെ എങ്കിലും ടെംപ്റ്റേഷൻ യേശുവിനെ ഫോളോ ചെയ്തു. മക്കളെ, ഈ ഭൂമി യൗവനക്കാരെ, യൂത്ത് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പാപത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടുപോകാൻ പാപമില്ലാതെ പിറന്ന യേശുവിന്റെ പുറകെ കൂടിയ സ്പിരിറ്റാണ് ടെംപ്റ്റേഷൻ. സ്പിരിറ്റ് ഓഫ് ടെംപ്റ്റേഷൻ ഈസ് എ സൈറ്റാൻ. അപ്പൊ യേശുവിന്റെ ടെംപ്റ്റേഷൻ അത് ഏത് വിധേനോ ആകട്ടെ, ഏത് വിധേനയോ ആകട്ടെ, പക്ഷെ ടെംപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആകർഷണത്തിന്റെ ഒരു സ്വാധീന വലയമുള്ളത് ഞാൻ കാണുന്നു. ഈ ടെംപ്റ്റേഷൻ നീ ആഗ്രഹിച്ചിട്ടല്ല നിന്റെ പുറകെ കൂടുന്നേ, നീ വിളിച്ചിട്ടല്ല അത് നിന്റെ കൂടെ വരുന്നേ, നീ ഓർത്തിട്ടല്ല അത് നിന്നെ ഓർക്കുന്നേ, നീ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല അത് നിന്റെ പുറകെ വന്ന് നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നേ. ദാറ്റ്സ് എ സ്പിരിറ്റ്. അവൻ അല്പസമയമുള്ളൂ, അതുകൊണ്ട് അവൻ എങ്ങനെ നിന്നെ കൊടുക്കാം ഇത് നോക്കി നടക്കുക. പക്ഷെ യേശു അതിനെ എങ്ങനെ നേരിട്ടു മക്കളെ? യേശു അതിനെ നേരിട്ടത് വചനത്താലും ആത്മാവിനാലും. ലിസൺ മീ, വചനത്താലും ആത്മാവിനാലും. കാരണം വചനം കൊണ്ട് വെട്ടേണ്ടടുത്ത് വചനം കൊണ്ട് വെട്ടിയിട്ടും അവൻ അടുത്ത വചനം എടുത്ത് യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് കണ്ടപ്പോ, ദൈവത്തിന്റെ വചനം ദുഷ്ടനെടുക്കുന്നത് നന്നല്ല എന്ന് കണ്ട യേശു ക്രിസ്തു ആത്മാവിൽ അവനെ ശാസിച്ചു. തിരുവെഴുത്ത് പറയുന്നു, പിന്നെ അവൻ അധിക കാലത്തേക്ക് യേശുവിന്റെ അടുത്ത് വന്നിട്ടില്ല. അധിക കാലം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കാലം ഇനിയും വരും. സാത്താൻ വീണ്ടും വരും, വരാതിരിക്കത്തില്ല. നിങ്ങൾ ശാസിച്ചു എന്ന് പറഞ്ഞ് പിന്നെ ആ സാധനം വരും. പക്ഷേ അവിടെ നിലനിർത്തുന്ന ഒരാത്മാവുണ്ട്. ആത്മാവിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹോളി ഗോസ്റ്റ് ഓർ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ ആരെങ്കിലും, നിങ്ങൾ വിവാഹം കഴിഞ്ഞവരായിരിക്കാം, കഴിയാത്തവരായിരിക്കാം, നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്തതുകൊണ്ട് ഇനി പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് വരികയില്ല, പാപം ചെയ്തതുകൊണ്ട് ഇനി ആ വ്യക്തിത്വം എനിക്കില്ല, ഞാൻ പാപം ചെയ്തു പോയത് കൊണ്ട്, ഓർത്തു പോയത് കൊണ്ട്, കണ്ടുപോയത് കൊണ്ട് ഇനി പരിശുദ്ധാത്മാവ് എന്നെ യൂസ് ചെയ്യേയില്ല എന്ന് പറഞ്ഞാൽ അത് സാത്താനിക ഉപദേശമാണ്. ആരേലും പറയുന്നുണ്ടെങ്കിൽ യഹോവ നിന്നെ കീറിക്കളയും, യഹോവ നിന്നെ ചാട്ടവാറ് കൊണ്ടടിക്കും, യഹോവ നിന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയിൽ ഇട്ടുകളയും എന്നൊക്കെ ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് പേടിയുടെ സുവിശേഷം അത്രേ. അത് പേടിയുടെ സുവിശേഷം. എന്നാൽ ഞാൻ സംസാരിക്കുന്നത് ജീവന്റെ സുവിശേഷം. എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് യോഹന്നാന് വിളിക്കാൻ കഴിഞ്ഞെങ്കിൽ എനിക്കും നിങ്ങൾക്കൊക്കെ അധികം വിളിക്കാം. കാരണം നമ്മളൊക്കെ ഈ വിളിക്ക് അർഹരല്ലാണ്ട് ഇരുന്നിട്ട് പോലും വിളിച്ച് ഈ പദവി ഏൽപ്പിച്ചതാ. നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു. മിസ്റ്റർ ദീപു, നിങ്ങളുടെ നീതി കണ്ടിട്ടല്ല ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചത്. ദീപുവിനെ യേശുവിലൂടെ നോക്കിയപ്പോൾ, യേശു ക്രിസ്തുവിലൂടെ നോക്കിയപ്പോൾ പിതാവ് എഴുതി, നീതിമാനായ യേശു ക്രിസ്തുവിലൂടെ, നീതിമാനായ എൻ്റെ പുത്രനിലൂടെ ഞാൻ ദീപുവിലേക്ക് നോക്കുമ്പോൾ അവൻ ഈ ശുശ്രൂഷയ്ക്ക് യോഗ്യൻ. യേശുവിൻ്റെ കൂടെ നിന്റെ നാമം ചേർത്ത് വെക്കുക. പിശാച് നിന്നെ നോക്കാൻ പോലും ഭയപ്പെടും. യേശുവിൻ്റെ നാമത്തിൻ്റെ കൂടെ നിങ്ങളുടെയും എൻ്റെയും നാമം ഒന്ന് ചേർത്ത് വെച്ചേ നമ്മളെ നോക്കാൻ പോലും പിശാച് ഭയപ്പെടും. യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ
ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും അത്രേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, അടുത്തു വരിക. നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൽ നിന്നും, ദൈവ സാന്നിധ്യത്തിൽ നിന്നും, തൻ്റെ പരിശുദ്ധ റൂഹിൽ നിന്നും നിങ്ങൾ അകന്ന് നിൽക്കുന്നെങ്കിൽ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, ചില ദൗത്യങ്ങൾ നിന്നെ ഏൽപ്പിക്കാനുണ്ട്. ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ നിന്നിലൂടെ ചെയ്യാൻ, പരിശുദ്ധാത്മാവിന് നിന്നിലൊരു പ്രോസസ്സ് ചെയ്യാനുണ്ട്. ഇന്ന് തിരിച്ചു വരിക. ആരെങ്കിലും രഹസ്യമായോ പരസ്യമായോ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നത് ഏറ്റുപറ. നിന്നെ ഇന്ന് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ രക്തത്തിലൂടെ കഴുകുവാൻ ശക്തനാണ്. എല്ലാ ദൈവമക്കൾ വിശ്വസിക്കുന്നവർ ആ കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ആ ശുശ്രൂഷയ്ക്കൊക്കെ വിളിയുള്ളവർ ഒന്ന് സമർപ്പിച്ചേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ പോകുവാണ്. നിന്നെ ആ ശുശ്രൂഷയ്ക്കൊന്ന് ഇറക്കുകയില്ല എന്ന് വാദിക്കുന്ന ചില സാത്താനിയ ശബ്ദങ്ങളെ ദൈവാത്മാവ് മായ്ച്ചു കളയുകയാണ്. മായ്ച്ചു കളയുകയാണ് ആ സാത്താനിയ ശബ്ദങ്ങളെ. യേശുവിൻ്റെ ആത്മാവ് മായ്ച്ചു കളയുകയാണ്. Power of the Holy Ghost. അപ്പൊ എൻ്റെ മേലൊന്ന് വരണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ സകല ഇന്ദ്രിയങ്ങളുടെ മേലും അവിടുന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ സകല ഇന്ദ്രിയങ്ങളെയും അവിടുന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അശുദ്ധിയും വിട്ടുമാറട്ടെ. അശുദ്ധി കൊണ്ട് മങ്ങലേറ്റ ശുശ്രൂഷകളെ ഇപ്പോൾ സ്വർഗം ജ്വലിപ്പിക്കട്ടെ. അശുദ്ധി കൊണ്ട് മങ്ങലേറ്റ ശുശ്രൂഷകളെ സ്വർഗം ജ്വലിപ്പിക്കട്ടെ. ഇരുട്ടിന്റെ സകല കോട്ട കോത്തളങ്ങൾ ഇടിയട്ടെ. പൈശാചിക ഉപദേശങ്ങൾ, പൈശാചിക സ്വപ്നങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. പാപം ചെയ്തതിനെ പ്രതി രോഗിയായി പോയ അവസ്ഥകൾ ഇപ്പോൾ സ്വർഗം ക്ഷമിച്ച് സൗഖ്യത്തിന്റെ ഒരു മഞ്ഞ് ജനത്തിന്റെ മേൽ അയക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ, കൊതിയുള്ള എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച് ആ ദൈവ സാന്നിധ്യം സ്വീകരിക്കുക. ആ ദൈവ സാന്നിധ്യം സ്വീകരിക്കുക. അപ്പാ എന്നെ കഴുകണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. In the name of Jesus. ആമേൻ, 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 ആമേൻ. നിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടോ? അത് ദൈവം നിന്നോട് ക്ഷമിക്കുന്നതിന്റെ അടയാളമാണ്. നിന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥത, ആ ദൈവം കണ്ടതിന്റെയും ആത്മാവിന്റെ ഇഷ്ടം നീ തിരിച്ചറിഞ്ഞതിന്റെയും സൈനാണ് നിന്റെ കണ്ണുകൾ നിറയുന്നത്. നീ ചെയ്തു പോയതിനെ കുറിച്ച് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. നിന്റെ ആത്മാവ് ശ്രവിച്ചതിന്റെ ആനന്ദമാണ് നിന്റെ കണ്ണിലൂടെ ഒഴുകുന്നത്. ഇന്ന് പകൽ ആരുടെയൊക്കെ അനുതാപ കണ്ണുനീർ സ്വർഗം കണ്ട് കുപ്പിയിൽ ശേഖരിച്ച് പ്രാർത്ഥനയുടെ മറുപടികൾ ചിലരുടെ കൂട്ടത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. In the name of Jesus. ഇപ്പോൾ ചിലരെ തൊടുകയാണ് പരിശുദ്ധാത്മാവ്. നഷ്ടപ്പെട്ടുപോയ ദൈവ സാന്നിധ്യത്തെ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ചില മക്കൾ ഇതിനകത്തുണ്ട്. ദൈവത്തിന്റെ കൈ നിന്നെ തൊടുകയാണ്. ആ നഷ്ടപ്പെട്ടുപോയ ദൈവ സാന്നിധ്യം നിന്നിലേക്ക് മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ടുപോയ ദൈവ സാന്നിധ്യം കൊതിക്കുന്ന മക്കളിലേക്ക് മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവിക സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ദൈവിക ആനന്ദം ഉണ്ടാകട്ടെ. ദൈവ മഹത്വം ഇറങ്ങട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ കൂട്ടത്തിന്മേൽ ദൈവിക കരുണ വെളിപ്പെട്ടതിനായി സ്തോത്രം. ജനത്തെ കർത്താവ് മടക്കി വരുത്തിയതിന് നന്ദി. വലിയ സമാധാനവും സ്വസ്ഥതയും ഈ പ്രിയപ്പെട്ടവരുടെ മേൽ യഹോവ അയച്ചതിനായി മഹത്വം. ഇവരെ അങ്ങയുടെ നാമത്തിന് തിരഞ്ഞെടുത്തതിന് നന്ദി. ഇവരെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കളോടും കേട്ട തിരുവെഴുത്തിനോടും നാം പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളോടും ഇന്നും എന്നും എപ്പോഴും അരുമനാഥൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നിമിത്തം നമുക്ക് സകലത്തിന്മേലും ജയം തന്ന ദൈവത്തിന് സന്തോഷത്തോടെ കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.